മലയാളി പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള യൂട്യൂബ് വ്ളോഗേഴ്സ് ആയിട്ടുള്ള പ്രതിഭ സജീഷ് വ്ളോഗ്സ് ആണ് ഇന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് നമസ്കാരം. എനിക്ക് നിങ്ങൾക്ക് വലിയൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. മലയാളികൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെ അറിയാം. പ്രത്യേകിച്ച് ഇപ്പം വ്ളോഗ്സിലൂടെ ഓരോ വീഡിയോയിലൂടെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ ശരിക്കും ലൈഫിൽ വന്നു? ആദ്യം ചോദിക്കട്ടെ, സജീഷ് ചേട്ടാ തുടങ്ങിക്കോ. അല്ല, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലായിട്ട് ഫേസ്ബുക്കിലായിരുന്നു നമ്മൾ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പലപ്പോഴും പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കും, എന്താണ് നമ്മുടെ എൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ത്രൂ ഔട്ട് നമ്മൾ ആ ലൈഫ് ഒന്ന് ഇത് ലൈവായിട്ട് തന്നെ കാണിക്കാന്നുള്ള രീതിയിലായിരുന്നു തുടക്കത്തിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ചെറിയ ചെറിയ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ അറിയിക്കാം എന്നുള്ള രീതിയിലായിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നീട് ഞങ്ങൾക്കതൊരു ഭയങ്കര ഞങ്ങളുടെ ഫാമിലിയിൽ അതൊരു വലിയൊരു അവിഭാജ്യ ഘടകമായി. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പോകുന്ന നമ്മളെ ലൈഫ് പല ആൾക്കാർക്കും പല രീതിയിൽ അത് പ്രചോദനമാകുന്നുണ്ട് എന്നുള്ളത് തോന്നിയൊരു കാര്യമാണ്. കാരണം രണ്ട് ലൈഫ് തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പം ഞങ്ങൾ 3 പേരുടെ ലൈഫിലേക്ക് അമ്മയായിട്ട് പ്രതിഭ വന്ന സമയത്തും ഇവർക്കൊരു ചേച്ചിയായി വന്ന സമയത്തും എനിക്കൊരു മകളായി വന്ന ഒരു സമയമുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് എന്താ പറയുക, അത് ഒത്തൊപ്പിച്ച് കൊണ്ടുവരാൻ വലിയധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിള് കുറയ്ക്കാൻ കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇത് ഒരു യൂട്യൂബ് എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ലൈഫ് ഒരു നല്ല രീതിയിൽ ഹാപ്പി ആയിരിക്കണം. ഏതൊരു മൂമെൻ്റ് ഉണ്ടെങ്കിലും അത് ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകണം എന്നുള്ള രീതിയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങളത് പകർത്തുമായിരുന്നു, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു തുടക്കം. യൂട്യൂബിലേക്ക് തുടങ്ങാനുള്ളൊരു കാരണം അതായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂട്യൂബിലേക്ക് വരാൻ വേണ്ടി ശരിക്കും പ്രതിഭയുടെ ഫാമിലിയാണ് ശരിക്കും ഇങ്ങനെ ഒരു യൂട്യൂബ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അത് കൂടുതലായിട്ട് അറിയുന്ന പ്രതിഭ തന്നെയാണ് അതിൻ്റെ. കാരണം ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു, ഞാനും ഈ ക്യാമറയിൽ അല്ലെങ്കിൽ യൂട്യൂബ് എന്നുള്ള ഒരു വീഡിയോ പ്രൊഫൈലിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എനിക്ക് പൊതുവേ ഞാൻ സംസാരം വളരെ കുറവാണ്. അപ്പം പ്രതിഭയാണെങ്കിൽ നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാനും നല്ല രീതിയിൽ സംസാരിക്കാനും ഒക്കെ പറ്റുന്ന ഒരാളായതുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് വന്നത് പ്രതിഭയാണ്. അപ്പോൾ അത് പ്രതിഭയിൽ കൂടി തന്നെയാണ് ഇത് മുന്നോട്ട് പോകാൻ ഉള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രതിഭ സജീഷ് വ്ളോഗ്സ് തന്നെ ഇടാനുള്ള കാരണം. ഇപ്പം ഇത്രയും കുട്ടികളായാലും വീഡിയോസ് തുടങ്ങിയതിന് ശേഷമാണ് ഒരുപാട് ആക്റ്റീവായി. ഇപ്പം നമ്മൾ നോക്കുമ്പോഴും പണ്ടത്തെ പോലെയല്ല, നന്നായിട്ട് സംസാരിക്കുന്നത്, ആക്റ്റീവായി. സോ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു ശരിക്കും ഈ വ്ളോഗിങ് തുടങ്ങുന്ന സമയത്ത്? നല്ല സപ്പോർട്ടായിരുന്നു. ഞാനും വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവർ പൊതുവേ രണ്ടുപേരും നമുക്ക് ഞാൻ വരുന്നതിന് മുന്നേ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര സൈലൻ്റാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു പിന്നെ വീഡിയോസൊക്കെ തുടങ്ങിയ സമയത്ത് ഇവർ നല്ല ആക്റ്റീവായി. പിന്നെ മോളുണ്ടായിരുന്നല്ലോ, അപ്പോൾ മോളുണ്ടായ സമയത്ത് മോള് നല്ലോണം സംസാരിക്കും. എന്നെ പോലെ തന്നെയാണ്, പിന്നെ നല്ലോണം സംസാരിക്കും, എന്നെക്കാളും സംസാരിക്കുന്നു പറയാം. അപ്പോൾ ഇവർ 3 ആളും കൂടെ ചേർന്നപ്പം ഓട്ടോമാറ്റിക്കായിട്ട് കുഞ്ഞൊന്നും ശരിക്കും ഒന്നും സംസാരിക്കില്ലായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ കല്യാണം ഉറപ്പിച്ച സമയത്തൊക്കെ ഞാൻ വിളിക്കുമ്പോൾ ജസ്റ്റ് 1-2 വാക്ക് പറയും. പിന്നെ മുഖം ഇപ്പോൾ ഒരു മുഖം ഇപ്പോൾ ഒരു ഇതായിരിക്കും, വിഷമമുള്ള പോലെ ഒരു ഇതായിരിക്കും. പക്ഷെ അതിന് ശേഷം എനിക്ക് തോന്നുന്നു ഞാൻ വന്ന് പിന്നെ മോളും നല്ലോണം സംസാരിക്കും. ഇവർ കൂടിയപ്പം പിന്നെ ഇവർ രണ്ടാളും നല്ല ഇതായി. എന്നാലും ഇപ്പോഴും നമ്മളൊന്നിങ്ങനെ ഒന്ന് പുഷ് ചെയ്താലാണ്, മൈൻഡിൽ ഓൾക്ക് എന്താ പറയണ്ടേ ആ ഒരു ഇതാണ് ഇപ്പോഴും. കാരണം ഓരോ ലൈഫിൽ ഓല അങ്ങനെയാണല്ലോ, വന്ന ഒരു ലൈഫിൽ എല്ലാവരും ഒരു സൈലന്റ് ആണ്. അപ്പം പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇങ്ങനെ പല സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഇവരെന്താന്നറിയുന്നില്ല. അപ്പൊ ആ ഒരു സൈലന്റ് ആ മൈൻഡിൽ നമ്മൾ ചെറിയ സമയത്ത് ഉണ്ടാകുന്ന അത് തന്നെ അവർക്ക് എന്താ പറയണ്ടേ. കുറെ ആൾക്കാരെ കാണുന്നത് അത്രയും ചെറുതാണല്ലോ, എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, നല്ല സ്മാർട്ടായി. രണ്ടുപേരും മാറിയില്ലേ? സ്കൂളിലായാലും ഫ്രണ്ട്സ് ഒക്കെ പറയോ വീഡിയോ ഒക്കെ കണ്ടിട്ട്? ഇപ്പൊ ഞാൻ പുതിയ സ്കൂളിലൊക്കെ വന്നപ്പോ ഒരു കുറച്ച് ലേറ്റ് ആയിട്ടാണ് അറിഞ്ഞത് ഞാൻ യൂട്യൂബിലുള്ള കാര്യം. കൊറേ ഇങ്ങനെ എന്തൊക്കെയോ പറയും യൂട്യൂബിനെ പറ്റി വീഡിയോയിൽ കാണലുണ്ട്. എന്താ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കണ്ടന്റ് ഒക്കെ നാച്ചുറലായിട്ട് വരുന്നതാണോ അതോ ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് പറയും? ഞങ്ങള് ശരിക്കും ചെയ്യുന്ന തന്നെയാണ്. അപ്പൊ അത് തന്നെ പറയും.
ഓക്കെ. ഇവിടെയോ? ഇവിടെ അങ്ങനെ തന്നെ. ഇപ്പൊ അധികം ആൾക്കാരൊന്നും യൂട്യൂബിൽ അറിയില്ല. ഇപ്പൊ കുറച്ച് ആൾക്കാർക്കെല്ലാം കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ എല്ലാരും ചോദിക്കല് എനിക്ക് ഈ യൂട്യൂബ് ചാനലില്ല, എനിക്ക് യൂട്യൂബ് ചാനലിന്റെ ഇല്ലെന്ന് ചോദിക്കല് മാത്രമാണ്. ആണോ? ഇപ്പൊ രണ്ടുപേരും മിടുക്കരായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ വിചാരിക്കായിരുന്നു, ഇപ്പം പ്രതിഭ ചേച്ചി ഇവരുടെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് കുട്ടികളെ എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തതെന്നും നിങ്ങൾ തമ്മിൽ എങ്ങനെയാ കണക്റ്റഡ് ആയതെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. അത് കുറച്ച് സമയം എടുത്തിട്ടാണ് പ്രോസസ്സിങ് സംഭവിക്കുക. എങ്കിലും എങ്ങനെയായിരുന്നു ആദ്യമായിട്ട് കുട്ടികളെയും ചേട്ടനെയും കണ്ടപ്പോൾ ഉള്ളൊരു മൊമെന്റ്? ഞാൻ മക്കളെ എനിക്ക് തോന്നുന്നു ഞാൻ മാരേജ് ഉറപ്പിച്ചതിന് ശേഷം, കല്യാണം ഉറപ്പിച്ചതിന് ശേഷം ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു, ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവർ ഡെയിലി കൊയിലാണ്ടി, ഇവിടെ എൻ്റെ നാടാണ് ഇവിടെ കൊയിലാണ്ടി, അപ്പോൾ ഇവിടേക്ക് വരും. ഇവിടേക്ക് വന്ന് നമ്മൾ പുറത്തൊക്കെ പോകലുണ്ടായിരുന്നു. പിന്നെ എന്താ സ്ഥിരം വിളിക്കും വീഡിയോ കോളായാലും അല്ലാണ്ടും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഒരാളെ കണ്ട ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പം കുഞ്ഞുവിനാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടാവുക, കാരണം അവനുള്ള കുറച്ചുകൂടെ വലുത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ കണ്ടുകിടുന്നതിന് കുഞ്ഞു പറഞ്ഞു കൊടുക്കുക പിഷാരി അമ്പലത്തില്. അപ്പൊ കല്യാണം ഉറപ്പിക്കുന്നതിന് മുന്നേ ഞാനും അച്ഛനും കൂടി അവിടെ പോയപ്പോ അമ്മേനെയും അമ്മേന്റെ അവിടെ കണ്ടു. എന്നിട്ട് അപ്പൊ ഇതൊന്നുമില്ലല്ലോ. അപ്പൊ അത് മനസ്സിലായില്ലേനും അമ്മയൊന്നും മനസ്സിലാക്കില്ലേനും പിന്നെയല്ലേ കല്യാണം ഉറപ്പിച്ചത്. പിന്നെ സ്ഥിരം വിളിക്കലും കാണലൊക്കെ ഉണ്ട്. കാണാനുണ്ടായിരുന്നു. പക്ഷെ ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, കാരണം ഇവരെ എങ്ങനെയാണ് ഇതിപ്പോൾ സൈഷറിനെ ലിനി സിസ്റ്ററെ മാത്രമല്ല, ഞാൻ ഓൾറെഡി എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന പോലെ തന്നെ ഇതിൽ ഇപ്പം ഇവരിപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ഇവർ മൊത്തം കേരളത്തിൻ്റെ മക്കളാന്നുള്ളൊരു രീതിയിലാണ്. അതെ. അപ്പോൾ ഇവരെ നമ്മൾ ഞാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ എങ്ങനെ നിൽക്കുന്നത്, ഞാൻ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് എല്ലാ ടൈമിലും ഈ ടൈമിലടക്കം നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പോസിറ്റീവിനേക്കാളും കൂടുതൽ നെഗറ്റീവാണ് വരാറ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ എല്ലാവരും കാണലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇത് മുന്നോട്ട് എനിക്ക് എങ്ങനെയോ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ലൈഫ് നോർമൽ ഒരു ഫാമിലി അല്ല. പിന്നെന്ന് വെച്ചാൽ ഞങ്ങൾ 5 പേരും 5 ഭാഗത്തുനിന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പം മോളായാലും ഓരോരുത്തർ അച്ഛനും അമ്മയും വേറെ, ഇവരച്ഛനും അമ്മയും വേറെ, അങ്ങനെ എല്ലാവരും കൂടി ഒരു ഫാമിലിയായി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് ഇപ്പോഴും ആണ്. പക്ഷേ അത് നമ്മൾ റിസ്ക്കാന്ന് ആലോചിച്ചാൽ അത് റിസ്ക് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ വന്ന സമയത്ത് ഞാനായി തന്നെ രീതിയിൽ തന്നെയാണ് പെരുമാറി. എനിക്ക് പ്രത്യേകമായിട്ട് ഇവരെ അടുത്തൊരു കെയർ കൊടുക്കണം, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഇതാക്കി നിർത്തണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും തോന്നിയില്ല. ഞാൻ ഓൾക്ക് തന്നെ അറിയാം ദേവു എങ്ങനെയാണ്, മോളെങ്ങനെയാണ്, അപ്പം അതുപോലെ തന്നെ ഇവരും. അതുകൊണ്ട് തന്നെയാന്ന് തോന്നുന്നു നേച്ചുറലായിട്ട് ഞങ്ങൾ ഒരുമിച്ചായി. ഒന്നിനും ഞങ്ങൾക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് ഓരെന്നോട് അധികം സ്നേഹം കാണിക്കണം, അല്ലെങ്കിൽ ഓരെന്നോട് അധികം ബഹുമാനം കാണിക്കണം, അതുപോലെ ഞാൻ ഓവറായിട്ട് കെയർ ചെയ്യണം. ഓരോ നല്ലതും ചീത്തയും ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ഈ നല്ലത് പറഞ്ഞ മാത്രം കാരണം ഞാൻ നല്ലൊരു അമ്മയാക്കി ഇങ്ങനെ വെക്കണം, അതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം ഒരു അമ്മ എന്ന് വെച്ചാൽ നല്ലൊരു ചീത്തയൊക്കെ പറയണമല്ലോ. അപ്പം ഞാൻ അതുപോലെ തന്നെ. പക്ഷെ അതെന്തോ അങ്ങനെ തന്നെ ഇവർ ആക്സെപ്റ്റ് ചെയ്തു. അതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. എൻ്റെ ചീത്തയൊന്നും ഒരിക്കലും ഒരു രണ്ടാം അമ്മേൻ്റെ ഒരു പീഡനം അങ്ങനെയാണല്ലോ ഇപ്പം കഥകളിലൊക്കെ. ആ ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരത് അമ്മ ചീത്ത പറയുന്നത്, പിന്നെ അമ്മ ചീത്ത പറഞ്ഞാലും അമ്മ തന്നെ വിളിക്കും, അമ്മ തന്നെ ഇതാക്കും എന്നുള്ളത് അവർക്കറിയാം. ഞാനിപ്പോൾ എന്ത് സാധനം എടുക്കണ്ടെന്ന് പറഞ്ഞാലും പിന്നെ പോകുന്നതിന് മുന്നേ ഞാൻ തന്നെ കൊടുക്കും. അപ്പം അമ്മമാരെങ്ങനെയാണോ സെയിം ഞാനങ്ങനെ തന്നെ. ഒരിക്കലും കൊണ്ടൊന്നും അഭിനയിക്കേണ്ടിയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാനായി നിന്നപ്പോൾ റെഡിയായി. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇപ്പം രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളെക്കാളും പുരുഷന്മാരെക്കാളും സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ചുറ്റുപാടിൽ നിന്നുള്ള എതിർപ്പുകളും മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കേണ്ടി വരാന്ന് തോന്നിയിട്ടുണ്ടോ സ്ത്രീകൾക്കായിരിക്കും? അതെ, കംപ്ലീറ്റ് സ്ത്രീകൾക്ക് തന്നെയായിരിക്കും എനിക്ക് തോന്നിയത്. ഉണ്ടാവുമായിരിക്കാം, എല്ലാം ആണുങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു പെണ്ണുങ്ങളിങ്ങനെ ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 10-15 കൊല്ലത്തിൻ്റെ അടുത്തോളം ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ചിട്ടുണ്ട്. അതിൽ കുറേയൊക്കെ മക്കളാണല്ലോ നമ്മളെ മുന്നിൽ, മോളാണ്. അപ്പം ഒക്കെ വേണ്ടി എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ വരും. കാരണം അത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സഹിച്ചോളണം എന്ന് നമ്മളെ സമൂഹം കൂടിയും പറയുന്നതിനെ കൊണ്ടാണ്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട്. അതൊരു പക്ഷേ ആണുങ്ങളാണെങ്കിൽ അവർ ഇതില്ലെങ്കിൽ വേറൊന്നെന്ന് പറഞ്ഞിട്ട് വേറൊരു സൈഡായിട്ടെങ്കിലും പോയിട്ടുണ്ടാവും ലൈഫിൽ എൻജോയ് ചെയ്തിട്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെ പെണ്ണുങ്ങളെ അങ്ങനെ അങ്ങ് പറഞ്ഞു നിർത്തും. പിന്നെ ഇനി രണ്ടാമതൊരു കല്യാണം, ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര സംഭവമുള്ള സമയത്താണ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞത്. പിന്നെ എനിക്ക് തോന്നുന്നു മോളൊക്കെ കുറച്ച് വലുതായി, എന്തിനാ ഇങ്ങനെ സഹിക്കുന്നേ എന്നുള്ളൊരു ചോദ്യം മൈൻഡിൽ വന്നതിന് ശേഷമാണ് നമ്മൾ എതിർക്കാനും നമുക്ക് സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതൊക്കെ വന്നതിന് ശേഷമാണ് ഞാനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു കെട്ടുന്ന് പുറത്തോട്ട് ചാടിയത്. അപ്പോൾ ഒരുപാട് എതിർപ്പ്. ഇത്ര കാലം നിന്നില്ലേ, അതായി അടുത്ത ക്വസ്റ്റ്യൻ. ഇത്ര കാലം നിന്നില്ലേ, ഇനി ബാക്കിയുള്ള ലൈഫ് കൂടി അങ്ങനെ ജീവിച്ചാൽ പോരെ, അങ്ങനെ ചോദിച്ചാൽ എൻ്റെ
സ്വന്തം ആൾക്കാരുണ്ട്, എൻ്റെ ബന്ധുക്കൾ സുഹൃത്തുക്കളുണ്ട്, അതേപോലെ തന്നെ നാട്ടുകാരൊക്കെ ഉണ്ട്. പക്ഷെ അപ്പം ഞാൻ വിചാരിക്കും ഇത്ര കാലം അത്ര പോയില്ലേ, ഇനിയെങ്കിലും എനിക്ക് നല്ലോണം ജീവിച്ചൂടെ? അതാണ് ശരിക്കും വരേണ്ട ഒരു ക്വസ്റ്റ്യൻ. എനിക്ക് സമൂഹത്തോട് എങ്ങനെ പറയാനുള്ളത്, ഒരു ഡേ ഓരോ ഡേ അത്രയും വാല്യുബിളാണ്. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് മരിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പം എന്തിനാ ഇങ്ങനെ സഹിച്ച് മരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നീ അത്രയും കാലം സഹിച്ചുകൊണ്ട് ഇനി അങ്ങ് സഹിച്ചുകൂടെ എന്ന് എനിക്ക് വന്നതാണ്. എനിക്ക് തോന്നുന്നു സജീഷേറിന് എത്രയോളം എതിർപ്പ് വന്നിട്ടുണ്ടാവില്ല. ഞാൻ അത്രയും എതിർപ്പ് സഹിച്ചിട്ടുണ്ട്, ഈ കല്യാണം തന്നെ എതിർപ്പ് സഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്താ പറയുക, ഇനിയെങ്കിലുള്ള പെൺകുട്ടികൾ സഹിക്കേണ്ട കാര്യമില്ല, ഒരിക്കലും സഹിക്കേണ്ട കാര്യമില്ല. കാരണം എന്തിനാ വെറുതെ. അപ്പൊ എന്തായാലും ഇഭാഗത്തുള്ളവർ കൂടി ആ ചിന്ത ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മള് അതിന് കല്യാണം കഴിച്ച ആ കൂടെയുള്ള പാർട്ട്ണർ കൂടി ആ ചിന്ത ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അവർക്കതില്ല. അവര് നമ്മളെയും കൊണ്ട് ആ ലൈഫ് ഓക്കെ ആയി എൻജോയ് ചെയ്ത് നടക്കുക. നമ്മളിങ്ങനെ സഹിച്ച് മക്കളെയും പോയിട്ട് ഈ വീടെന്താക്കും, ലോൺ അടയ്ക്കണ്ടേ, അതടയ്ക്കണ്ടേ, ഇങ്ങനെ സഹിക്കുക. അതിൽ നമുക്കൊരു പ്രോഫിറ്റും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയുള്ളവർ എന്തിനാ അങ്ങനെ സഹിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പറയും, നാട്ടുകാർ പറയും. പക്ഷെ ഇപ്പൊ എൻ്റെ ഈ ലൈഫിൽ ഞാൻ ഈ മക്കൾക്കൊക്കെ പറയുന്നത് നാട്ടുകാർ പലതും പറയും, നല്ലതും പറയും ചീത്ത പറയും. അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ലൈഫ് ഓക്കെ ആയിട്ട് പോവാം. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറയും. അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരെ കാര്യങ്ങൾ നമ്മൾ ഇൻവോൾവ് ആണ്ടിരിക്കുക, ഓരോന്നും പറയട്ടെ. അങ്ങനെയുള്ളൊരിതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ നമുക്ക് അറിയാം. അത് ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്യുന്നതിലായാലും എൻ്റെ ഇഷ്ടങ്ങൾ ഒക്കെ തന്നെ, ഇതൊക്കെ ഞാൻ അടക്കി വെച്ച ഒരാളാണ്. ആൾക്കാരെ പേടിച്ച് ഒരുപാട് കാലം അങ്ങനെയൊക്കെ ജീവിച്ച. പക്ഷെ ഇത്രയും ഇഷ്ടങ്ങൾ ഇത്രയും ഇപ്പോൾ ഉള്ളിലുണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് ഇപ്പോഴാണ് ശരിക്കും പറയാന്നെങ്കിൽ. ഞാൻ ഇപ്പം ലക്കി കേട്ടോ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് മാരേജ് കഴിച്ചതിൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്, എനിക്കൊന്നിൻ്റെ ഒരു കുറവറിയിക്കാണ്ടാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത്. ഡ്രസ്സായിക്കോട്ടെ, എൻ്റെ ഇഷ്ടത്തിനുള്ള നടത്തുക, എന്ത് വേണേലും ചെയ്യാം എനിക്ക്. അപ്പോൾ ഇപ്പം ഞാൻ ഇത്രയും ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ ഒതുക്കിയിട്ടായിരുന്നല്ലോ എന്ന് ഇപ്പം ഞാൻ ചിന്തിക്കും. കുറച്ച് നേരത്തെ ആവായിരുന്നു. നമ്മൾ പല സമയത്ത് എതിർക്കാതെ നിന്ന് ഒരുപാട് ടൈമുണ്ട്. എത്രയും കഷ്ടപ്പെട്ട് സഹിച്ച് വീട്ടിലുള്ള അമ്മ എല്ലാവരും പറയും സൈക്കി. ആ സഹനത്തിന്റെ മുകളിൽ പല കുറെ കെട്ടുപാടുണ്ടല്ലോ. ഏട്ടൻ, അച്ഛൻ, അമ്മ, മറ്റേ മാമന്മാര്, മറ്റോലെ പഠിക്കണം, മറ്റേ ഇതൊന്നും ഇല്ലാണ്ട് എന്താ ഓരോന്നും. പക്ഷെ ഇപ്പോഴേക്ക് വന്നു ഓരോന്നും നമ്മളെ ലൈഫിൽ ഒന്നുമല്ല. എപ്പോഴേയും വന്ന് പോകുന്ന ആൾക്കാർ മാത്രം. നമ്മൾ ഓരോ ഡേ, ഒരു മാസം സഹിച്ചാൽ പോലെ എന്നറിയോ, ഒരു മാസം 30 ദിവസം സഹിക്കണം. 30 ദിവസം, ഒരു ദിവസം, ഒരു മിനിറ്റ് ഒരാളെ നമുക്ക് സഹിക്കാൻ പറ്റൂല. അങ്ങനെ നമ്മൾ കൊല്ലങ്ങൾ സഹിച്ചാലോ പറയാ, ബാക്കിയൂടി അങ്ങ് സഹിച്ചേക്കരുത്. അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ശരിക്കും വിചാരിക്കുമ്പോഴേക്കും ഇനിയെങ്കിലും ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ പറ്റിയാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരിക്കലും സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. സ്വന്തം കാലിൽ നിൽക്കാനൊക്കെ കഴിവില്ലാത്തോലെ, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് സ്വന്തം കാലിൽ ജീവിക്കേണ്ടതൊക്കെ ഇപ്പോഴത്തെ കാലത്തുണ്ട്. എങ്ങനെയും ജീവിക്കാം.